രാത്രി 12:30 ആയിരിക്കണം. 12:30ക്കാണ് ഈ സംഭവം നടക്കുന്നത്. വാതിൽ തുറന്നില്ലെങ്കിൽ ചവിട്ടി പൊളിക്കുന്ന ഭീഷണിയൊക്കെ പേടിച്ചിട്ടാണ് അവിടെ കയറി വന്നത്. മകൻ ഇത് സംഭവം അറിഞ്ഞപ്പോൾ അവിടെ മുങ്ങിയതാണ്. നമസ്കാരം. മകന്റെ മർദ്ദനമേറ്റ് പിതാവ് മരിച്ചു എന്നുള്ള വളരെ ദുഃഖകരമായ വാർത്തയാണ് ഇന്നലെ നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിച്ചത്. കോഴിക്കോട് ഫറൂഖിനടുത്തുള്ള കുണ്ടായിത്തോട് സ്വദേശിയായ ഗിരീഷാണ് മകൻ സനലിന്റെ മർദ്ദനമേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിക്കുന്നത്. ഇത്തരത്തിൽ രാത്രി 12:30 സനലും ഏതാനും സുഹൃത്തുക്കളും ചേർന്ന് ഇവിടെ അച്ഛനായ ഗിരീഷ് താമസിക്കുന്ന എൻ്റെ പിറകിൽ കാണുന്ന വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയത്. ആ സമയത്ത് ഗിരീഷിന്റെ മുറിക്കകത്ത് കിടന്നുറങ്ങുകയായിരുന്നു. തുടർന്ന് അച്ഛനും മകനും തമ്മിൽ എന്തൊക്കെയോ കശപിശയുണ്ടാകുന്നു. ഇതിനിടെയാണ് ഗിരീഷ് മകന്റെ മർദ്ദനമേറ്റ് താഴെ വീഴുന്നതും തുടർന്ന് ഓടിക്കൂടിയ ആളുകൾ കാണുന്നത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഗിരീഷിനെയായിരുന്നു. ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ചികിത്സയിലിരിക്കെയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഗിരീഷ് മരണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടുകാർക്ക് വിട്ടുകൊടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മളിപ്പോൾ ഗിരീഷിന്റെ വീട്ടിലാണുള്ളത്. നമുക്ക് അദ്ദേഹത്തിന്റെ ബന്ധുക്കളോട് സംഭവത്തെക്കുറിച്ച് ചോദിക്കാം. ചേട്ടന്റെ സഹോദരനാണല്ലോ മരണപ്പെടുന്നത്. ഇതെന്നാ ഈ സംഭവം ഉണ്ടായത്? ഇത് എങ്ങനെ ഉണ്ടായെന്ന് അറിയിക്കുന്നുണ്ടെങ്കിൽ ഇവരെ ആദ്യം തെറ്റില്ല. ഇവർ ഇവിടെ യാതൊരു ബന്ധവുമില്ല. 4 വർഷമായി ഓൻ്റെ ഭാര്യ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട്. മകനും പിന്നെ ഇവൻ്റെ കല്യാണം ഉണ്ട്, ചെക്കൻ്റെ മോൻ്റെ. അങ്ങനെ ഇവൻ എന്തൊക്കെയോ വേണ്ടാത്ത പറഞ്ഞറിഞ്ഞാണ്ടാണ് ഇവർ ഇങ്ങനെ വന്നുങ്ങാണ്ട് പ്രശ്നം ഉണ്ടാക്കി. ഇവനൊറ്റയ്ക്കായിരുന്നു? അത് ഇവൻ്റെ കൂടെ 2 പേരുണ്ട്. മകൻ്റെ കൂടെ 2 പേരുണ്ട്. അങ്ങനെ വന്നുങ്ങാണ്ട് രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് രാത്രി 12:30 ആയിരിക്കണം. 12:30ക്കാണ് ഈ സംഭവം നടക്കുന്നത്. ഈ വീട്ടിലേക്ക് കയറി വന്ന മരിച്ച ആള് ഓൻ്റെ റൂമിൽ കിടക്കുക. രാത്രി 12:30 കിടന്നുറങ്ങുക. ആ പെങ്ങന്മാര് വാതിൽ തുറന്നെടുത്ത്. പെങ്ങന്മാർ 2 പെങ്ങന്മാരുണ്ട്. മൂത്തതുണ്ട്, അതിന് താഴെയുള്ളതുണ്ട്. വാതിൽ തുറന്നില്ലെങ്കിൽ ചവിട്ടി പൊളിക്കുന്ന ഭീഷണിയൊക്കെ പേടിച്ചിട്ടാണ് അവിടെ കയറി വന്നത്. അങ്ങനെയാണ് ഒരു വാതിൽ തുറന്നു കൊടുക്കുന്നത്. ഞങ്ങളെ മോനും ഉണ്ട്. ഞാൻ അവർക്ക് അടുത്തുള്ള ആരെങ്കിലും വിളിച്ചാൽ മതി. ഓൻ വാതിൽ ഓൻ്റെ റൂമിലുള്ള വാതിൽ കുറ്റി ഇട്ടിട്ടാണ് അടിച്ചത്. ഉറങ്ങിക്കിടന്നിടന്ന് പിടിച്ച് പുറത്ത് ഈ താഴത്തേക്ക് ഇട്ടിട്ട് ചെയ്തത്. മകൻ്റെ കൂട്ടുകാർ ഇവിടെ ഉണ്ട്. 1-2 പുറത്താണ് നിൽക്കണമെന്ന് അറിഞ്ഞത്. എന്താന്നുള്ളത് എനിക്ക് ശരിക്കും അറിയില്ല. ഞാനിവിടെ അല്ല താമസം, ഞാൻ വിഷമായിയാണ്. ആ, എൻ്റെ അനിയനാണ്. അന്ന് രാത്രിയാണ് കുറെ ബ്ലഡൊക്കെ പോയി ചോരയിൽ കുളിച്ച് കിടക്കുമ്പോഴാണ് അടുത്തുള്ള ആൾക്കാർ വന്നുങ്ങാണ്ട് പെങ്ങളെ മോൻ വിളിച്ചിട്ട് അവിടേക്ക് എത്തിയത്. ഒരു മെഡിക്കലിലേക്ക് ഉണ്ടായത്. അപ്പം തന്നെ ഏകദേശം ബോധമില്ലാത്ത മാതിരിയാണ് മെഡിക്കലിലെത്തി. മുമ്പേ ഇതേമാതിരി ഓൻ അടിക്കാനൊക്കെ വന്നിക്കണ്. പിന്നെ ഇവര് വാടകയ്ക്ക് കാക്കഞ്ചേരി പോയി കുറച്ച് നിന്നിക്കണ്. അവിടെ ഇതേമാതിരി പ്രശ്നം ഉണ്ടാക്കാൻ വന്നിക്കണ്. മകൻ ഇത് സംഭവം അറിഞ്ഞപ്പോ അവിടെ മുങ്ങിയതാണ്. ഒരു കോതീശ്വരം ബേപ്പൂര്. ആ